പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണ സമ്മാനമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു. മാക്സ് 999 MWZ മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം. എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്കുള്ളിൽ. മാക്സ് 999 പാലക്കാട് റോഡ്, മേലെ പട്ടാമ്പി. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ എരുമപ്പെട്ടി കോട്ടപ്പുറം ചേങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ വ്യാപകമായി തകർന്നു. പൊട്ടിയ പൈപ്പുകൾ മാറ്റാൻ തയ്യാറാകാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ എരുമപ്പെട്ടി കോട്ടപ്പുറം ചേങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ വ്യാപകമായി തകർത്തു. പൊട്ടിയ പൈപ്പുകൾ മാറ്റാൻ തയ്യാറാകാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കോട്ടപ്പുറം ചേങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളാണ് വ്യാപകമായി തകർത്തിട്ടുള്ളത്. റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കിടയിലാണ് പൈപ്പുകൾ പൊട്ടിയത്. ഇതിനെ തുടർന്ന് ദിവസങ്ങളോളമായി കുടിവെള്ള വിതരണം മുടങ്ങിയ അവസ്ഥയാണ്. പൊട്ടിയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുവാനും അറ്റകുറ്റപ്പണികൾ നടത്തുവാനും ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിലും പൊതുമരാമത്ത് വകുപ്പിലും കരാറുകാരനോടും നിരന്തരം അഭ്യർത്ഥന നടത്തുന്നുണ്ടെങ്കിലും ഇത് തങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞ് ഇവർ കൈയൊഴിയുകയാണ്. ഗുണഭോക്താക്കൾ പണം ഉപയോഗിച്ച് പൈപ്പുകൾ മാറ്റണമെന്നാണ് അധികൃതർ ആവശ്യപ്പെടുന്നത്. ഇതിന് ഏകദേശം 1 ലക്ഷം രൂപ ചിലവ് വരുമെന്ന് ഗുണഭോക്താക്കൾ പറയുന്നു. ഈ റോഡ് പണി തുടങ്ങിയ മുതൽ, അതായത് PWD റോഡ് വികസനം വന്നപ്പോൾ ഈ കഴിഞ്ഞ നവംബർ മുതലാണ് അവർ റോഡ് പണിയാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഈ റോഡ് പണിയുന്നതിൻ്റെ ഭാഗമായിട്ട്, റോഡ് കുഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 5-6 തവണ പൈപ്പ് പൊട്ടിച്ചു. അതെല്ലാം ജനങ്ങളെല്ലാം പിരിവിട്ടാണ് കയ്യിൽ നിന്ന് എടുത്ത് 10-20,000 രൂപ ചിലവായി. കൂടാതെ ഈ സംഭവം എല്ലാം ഞങ്ങൾ പഞ്ചായത്തിലും PWDയിലും കളക്ടർ ഓഫീസിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. യാതൊരു പരിഹാരവും ഉണ്ടായില്ല. 2 പ്രാവശ്യം പഞ്ചായത്തിലേക്ക് ലെറ്റർ തന്നിരുന്നു കളക്ടർ ഓഫീസിൽ നിന്ന്. പഞ്ചായത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരും ഞങ്ങളെ സമീപിക്കുകയോ ഇവിടെ വന്ന് അന്വേഷിക്കുകയോ ചെയ്തില്ല. മിനിഞ്ഞാന്ന് കോൺട്രാക്ടർ ഈ റോഡിൻ്റെ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് 200-250 മീറ്റർ റോഡ് സൈഡ് പൊളിച്ചു പോയി. അതിൽ എല്ലാ പൈപ്പും, ഞങ്ങൾ ഇട്ടിരിക്കുന്ന എല്ലാ കുടിവെള്ള പദ്ധതി എല്ലാ പൈപ്പും, ഈവൻ മെയിൻ പൈപ്പ് അടക്കം, ടാങ്കിലേക്ക് പോകുന്ന മെയിൻ പൈപ്പടക്കം പൊട്ടിച്ചു പോയി. പിറ്റേ ദിവസം ഞങ്ങൾക്ക് സമയം പോലും തന്നില്ല. അയാൾ പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പൈപ്പ് ഫിറ്റ് ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ നാളെ ഞങ്ങൾ മെറ്റലിട്ട് ഇവിടെ പണി മൂടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഓൾറെഡി അവർ മെറ്റലിട്ട് കൊണ്ടു കഴിഞ്ഞു. ഈ പറയുന്ന പണി ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ 1.25 ലക്ഷം രൂപ വേണ്ടി വരും ഈ പറഞ്ഞ പണികളെല്ലാം ചെയ്യാൻ. ഇവിടെ എല്ലാം സാധാരണ ജനങ്ങളാണ്, എല്ലാവരും അന്നന്നത്തെ ജോലിക്ക് പോയി ജീവിക്കുന്നവരാണ്. ഈ കുടിവെള്ള പദ്ധതിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അവരെന്ന് കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഞങ്ങൾ 10,000 രൂപ 10-20,000 രൂപ ഞങ്ങൾ പിരിച്ചെടുത്ത് ചിലവാക്കി കഴിഞ്ഞു. ഇനിയും 1.25 ലക്ഷം എവിടുന്ന് കണ്ടെത്തുന്നു ചോദിച്ചാൽ ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് ആർക്കും അതിന് പ്രാപ്തിയില്ല, ചെയ്യാനും പറ്റില്ല. അപ്പോൾ ബന്ധപ്പെട്ട ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇത് കണ്ണടച്ച നയമാണ്. അവരും പറയണം ഞങ്ങൾ ഉത്തരവാദിയില്ല, PW പറഞ്ഞു ഞങ്ങൾ ഉത്തരവാദിയില്ല, പഞ്ചായത്ത് പറഞ്ഞു ഞങ്ങൾ ഉത്തരവാദിയില്ല, കോൺട്രാക്ടർ പറയണം എൻ്റെ ജോലിയല്ല. പിന്നെ ഞങ്ങൾ ആരെ സമീപിക്കണം? ആകെ ഒരു പ്രശ്നത്തിലാണ്. ഇനി ഇവിടെ വെള്ളം അടിക്കാൻ യാതൊരു, കുടിവെള്ള പദ്ധതി വീടുകളിലേക്ക് എത്തിക്കാൻ യാതൊരു വഴിയും ഞങ്ങൾക്ക് കാണാനില്ല. അത് ബന്ധപ്പെട്ട അധികാരികൾ ഉടനടി ഇതിന് വേണ്ടമായ പരിഹാരം ചെയ്യണമെന്നാണ് ഈ നിൽക്കുന്ന എല്ലാവരും അഭിപ്രായം. ഇത് ചേങ്ങോട് കുടിവെള്ള പദ്ധതിയാണ്. അപ്പോൾ ഇത് ചേങ്ങോട് അല്ലെങ്കിൽ നമ്മുടെ ഈ 15-ാം വാർഡ് നിവാസികൾ എല്ലാവരും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിണറില്ലാത്തവരടക്കമുണ്ട് ഈ വാർഡിൽ. അപ്പോൾ അവരെല്ലാവരും ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഇത് നമ്മൾ പരാതി കൊടുക്കാനുള്ളതും പഞ്ചായത്തിലും അങ്ങനെ അധികാരികളും എല്ലാവരോടും നമ്മൾ പരാതിപ്പെട്ടു. ഒരു പരിഹാരം എന്ന് പറയുന്നത് നമുക്കത് ചെയ്തു തരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വാർഡിലുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര പ്രതിഷേധമാണ്, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഓക്കെ. കഴിഞ്ഞ നവംബർ മാസം മുതൽ ഇത്തരത്തിൽ പൈപ്പുകൾ പൊട്ടിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഗുണഭോക്താക്കൾ കയ്യിൽ നിന്ന് പണമെടുത്താണ് അറ്റകുറ്റപ്പണികൾ നടത്തിയതെന്നും പൊട്ടിയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്നും ഗുണഭോക്താക്കൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന് പ്രസിഡന്റ് VD തോമസ്, സെക്രട്ടറി KS സുരേഷ്, മെമ്പർ VJ ജെയ്സൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി. You are watching VCV News.